ഇനി നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. വളരെ ലളിതമായ ഒരു പോയിന്റാ പറയും. മനസ്സ് കുറിച്ചിട്ടിട്ട് പോയിക്കോളി. സാധാരണ ഒരു സിനിമ കണ്ട ഒരു വാരം ഉണ്ടാവില്ല, അത് 2.5 മണിക്കൂറാ. ഇത് കേട്ടോളി, നിങ്ങൾക്ക് ഉപകരിക്കും. എല്ലാവർക്കും, എല്ലാ മതക്കാർക്കും, എല്ലാ ചിന്തകന്മാർക്കും, നിരീശ്വരവാദികൾക്ക് പോലും ഉപകരിക്കും. എനിക്ക് ഉറപ്പാ. ഇല്ലാത്ത ഒരക്ഷരം ഇവിടെ പറയില്ല, ഉള്ള ഒരക്ഷരം പറയാതെ പോവുകയില്ല. അതാണ് ഉള്ളതല്ല ഉള്ളത്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ മനുഷ്യവാസം ഇല്ലാത്തൊരു കാലഘട്ടം ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ? അല്ലേ? മനുഷ്യനൊന്നും ഇല്ലാത്തൊരു കാലം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും, അതേ അമ്പലത്തിലെ ശങ്കൊലിയും പള്ളിമിനാരങ്ങളിലെ മണിയടിയും ചർച്ചിലെ മണിയടിയും മസ്ജിദുകളിലെ ബാങ്കൊലിയും ഒന്നുമില്ലാത്തൊരു കാലഘട്ടം ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ? മനുഷ്യൻ തന്നെയല്ല, മനുഷ്യരില്ല. അങ്ങനെ ഒരു കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് മറുപടിയെങ്കിൽ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. മനുഷ്യർ ഈ ഭൂമുഖത്ത് ആവിർഭവിക്കുന്നതിന് മുമ്പ് നരവംശ ശാസ്ത്രജ്ഞന്മാരുടെ കണക്കനുസരിച്ച് എന്ന് മനുഷ്യൻ ഈ ഭൂമിയിൽ ഭൂജാതനായോ അതിന് മുമ്പൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ? ഇല്ലേ? ഇല്ലേ? ഉണ്ട്. അതിന് മുമ്പൊരു കാലം കഴിഞ്ഞു. അന്ന് ആകാശം ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഭൂമി ഉണ്ടോ? ഉണ്ട്. സൂര്യനും ചന്ദ്രനും ഉണ്ടോ? ഉണ്ട്. നദികളുണ്ടോ? ഉണ്ട്. സാഗരങ്ങളുണ്ടോ? ഉണ്ട്. കാനനങ്ങളിൽ ഗർജിക്കുന്ന സിംഹമുണ്ടോ? ഉണ്ട്. ആകാശത്തിന്റെ അനന്തതയിൽ വട്ടമിട്ട് പറക്കുന്ന പർവ്വതമുണ്ടോ? പരമാവെങ്കിൽ അതിനെ ആര് സൃഷ്ടിച്ചു? അന്ന് ശ്രീരാമനില്ല, ശ്രീകൃഷ്ണനില്ല, ഇല്ല, മുഹമ്മദ് നബിയില്ല, യേശുക്രിസ്തുവില്ല. പിന്നെ ആര് സൃഷ്ടിച്ചു? അവനാണ് ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ. കൃഷ്ണ യജുർവേദം വായിച്ചിട്ടുണ്ടാവും. കൃഷ്ണ യജുർവേദത്തിലെ 4-ാം അധ്യായം, കൃഷ്ണ യജുർവേദത്തിലെ 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാചകം ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. കൃഷ്ണ യജുർവേദത്തിലെ 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാചകം വായിച്ച് കേൾപ്പിച്ചു തരുമ്പോൾ ശ്രദ്ധിക്കണം. ആരാണ് ഈശ്വരൻ? ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ആരെയാണ് നമിക്കേണ്ടത്? ബിംബത്തിന്റെ മുമ്പിലാണോ? ആൽത്തറയുടെ മുമ്പിലാണോ? തുളസിച്ചെടിയുടെ മുമ്പിലാണോ? അഗ്നിജ്വാലകൾ ഉതിർത്തു വീഴുന്ന നിലവിളക്കിന്റെ മുമ്പിലാണോ? മൺകൂലകളാകുന്ന കബറിന്റെ മുമ്പിലാണോ? ആരെയാണ് ആരാധിക്കേണ്ടത്? ആരെയാ മനുഷ്യനെന്ന മഹാബുദ്ധിജീവി ആരാധിക്കേണ്ടത്? ആ പോയിന്റാണ് പറയുന്നത്. നോക്കൂ, കൃഷ്ണ യജുർവേദം 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. 4 വചനങ്ങൾ എന്താ കേട്ടോളൂ. ചതുപ്പ് നിലങ്ങളുടെയും, ചതുപ്പ് നിലം എന്ന് മനസ്സിലായല്ലോ, നടവഴികളുടെയും വിശദീകരിക്കേണ്ടതില്ല, നാടിന്റെയും കാടിന്റെയും കുന്നിന്റെയും കുഴികളുടെയും ആലകങ്ങളുടെയും ആലയങ്ങളുടെയും ജലാശയങ്ങളുടെയും നിലാവിന്റെയും ശബ്ദങ്ങളുടെയും ചുള്ളിക്കമ്പുകളുടെയും മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ ഇലകളുടെയും കൊഴിയാതെ കിടക്കുന്ന പച്ചിലകളുടെയും കടകളാരവം പുഴക്കി വളഞ്ഞ് പുളഞ്ഞൊഴുകുന്ന നദികളുടെയും നാഥ, അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി എന്റെ ചോദ്യം ഒന്നുകൂടെ കേട്ടോ. ജലാശയങ്ങളുടെ നാഥൻ, നദികളുടെ നാഥൻ, ഭൂമിയുടെ നാഥൻ അത് ശ്രീരാമനല്ലെന്ന് ഞാൻ പറയുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെന്ന് ഞാൻ പറയുന്നു. എങ്കിൽ അതാരാ? ഈ സൂര്യനെ, ചന്ദ്രനെ നോക്കേ. 13.5 ലക്ഷം ഭൂമി. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തോ. നാടൻ മനുഷ്യന്മാരോടാ പറയുന്നത്. 13.5 ലക്ഷം ഭൂമി അത് കൊണ്ടുപോയി സൂര്യനിൽ വെച്ചാൽ സൂര്യനിലെ സ്പേസ് ബാക്കിയായിരിക്കും. അപ്പൊ സൂര്യന്റെ വലിപ്പം എത്രയാ? 13 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യൻ. ആ സൂര്യന്റെ 10 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രം ഉണ്ട് എന്നാണ് മോഡേൺ സയൻസ് പറയുന്നത്. ആ സൂര്യന്റെ 10 ഇരട്ടി വലിപ്പം എന്ന് പറഞ്ഞാൽ 13.5 ലക്ഷം, 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ ഒരു നക്ഷത്രത്തിന് കഴിവുണ്ട്, നക്ഷത്രത്തിന് വലിപ്പമുണ്ട്. എങ്കിൽ ഇതിനെ സൃഷ്ടിച്ചവനാരാ? അത് ശ്രീരാമനല്ല, ശ്രീകൃഷ്ണനല്ല, മുഹമ്മദ് നബി അല്ല, യേശുക്രിസ്തു അല്ല. പിന്നതാരാ? ആ പോയിന്റിൽ നിന്നുകൊണ്ടാണ് ദൈവവിശ്വാസത്തിലേക്ക് നമ്മൾ എത്തുന്നത്. മനസ്സിലാക്കണം. ഞാനിവിടെ വന്നിട്ട് മുഹമ്മദ് നബി ദൈവമാണ്, അദ്ദേഹം വായുന്ന് ഭസ്മം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിക്കല്ല. അതെനിക്കും കഴിയും. ഞാൻ കാണിച്ചുതരാം മേജിക്ക്. നിങ്ങളെ ഞെട്ടിപ്പിക്കുന്നത് ഞാൻ കാണിച്ചുതരും. സത്യത്തിൽ മനുഷ്യർ ഇതിലൊക്കെ ആകെ ബേജാറാണ്. ഇപ്പൊ സാധാരണഗതിയിൽ മനുഷ്യന്റെ ബുദ്ധി പലപ്പോഴും എന്താ വെച്ചാലും മന്ദബുദ്ധിയായി പോവാറ്, പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ. ക്ഷമിക്കണം, ഞാൻ ഇന്ത്യയിൽ ജനിച്ച ആൾ തന്നെയാണ്, ഇവിടുത്തെ ആൾ തന്നെയാണ്. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മളെ ചൂഷണം ചെയ്യുന്നവരെ. അപ്പൊ അന്തരീക്ഷത്തിൽ കൈ ഉയർത്തി ഒരു പിടി ഭസ്മം എടുത്താൽ ഒറ്റ ചോദ്യം തിരിച്ചു നോക്കി. അന്തരീക്ഷത്തിൽ ഇങ്ങനെ കൈ ചുഴറ്റി 1.5 കിലോ പച്ചക്കറി എടുക്കട്ടെ, ഒരു കുമ്പളം എടുത്താൽ മതി. ഒറ്റ കുമ്പളം ഇങ്ങനെ
പട്ടിണി കിടക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്? 15 ചാക്ക് പഞ്ചസാര വായുന്ന് ലോറിയിലേക്ക് പറ്റുമോ? മനുഷ്യന്മാർ ചിന്തിക്കും. അതുകൊണ്ടല്ലത് മുതുകാട്, ഗോപിനാഥ് മുതുകാട് എന്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്. അദ്ദേഹം കാണിക്കുന്ന അത്ഭുതം എന്താ? മനുഷ്യൻ കണ്ണഞ്ചി പോവും. അതൊക്കെ കൈവഴക്കമാണ്, പഠിക്കുകയാണ്. അതിലൊന്നും വേറൊന്നുമില്ല, അതിൽ നിഗൂഢത ഒന്നുമില്ല, ദിവ്യത്വത്തിന്റെ വംശമില്ല. ഇല്ല, വിജ്ഞാനം കൊണ്ട് മനുഷ്യനെത്തുന്നൊരു മേഖല, അതും ആളുകളെ പറ്റിക്കുന്നൊരു മേഖല. അവിടെയാണ് ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുന്നത്. ഒരച്ഛന്റെ ഒരു അമ്മയുടെ മക്കളാണ് ഞാനും നിങ്ങളുമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരച്ഛന്റെ അമ്മയിൽ നിന്ന് തുടങ്ങിയവരാണ് നമ്മൾ എങ്കിലും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തൻ, അതിൽ ഏറ്റവും വലിയ തെളിവ് ഇങ്ങനെ ചിന്തിച്ചോ, ലളിതമായി ചിന്തിച്ചോ. ഒരു തിങ്കളാഴ്ചയിലാണ് മുഹമ്മദ് നബി അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി ജനിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഞായറാഴ്ചയാണല്ലോ തിങ്കളാഴ്ച ആയത്. അപ്പൊ ഞായറാഴ്ചയെ കൺട്രോൾ ചെയ്താരാ? ഞായറാഴ്ച എന്ന് പറഞ്ഞ ദിവസം ഇങ്ങനെ മറിഞ്ഞു വന്നിട്ടാണല്ലോ തിങ്കളാഴ്ച ആയത്. അത് സൂര്യൻ ഇങ്ങനെ കറങ്ങിയിട്ടാണല്ലോ രാവും പകലുണ്ടായത്. ശരി, അതാരാ നിയന്ത്രിച്ചത്? ഞാൻ ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ട്രെയിനിൽ യാത്ര പോവുകയാണ്. ഒരു പ്രഭാഷണത്തിന് വേണ്ടി പോവുകയാണ്, വേറെ പണിയൊന്നുമില്ല. ഇതന്നെ, വേറെ ബിസിനസ് ഒന്നുമില്ലത് പറയാ, ജനങ്ങളത് പഠിപ്പിക്കുക. അതിന്റെ പേരിൽ ഏറ് കിട്ടുക, കുത്ത് കിട്ടുക, കൂക്കുവിളി കിട്ടുക, ബഹിഷ്കരണം കിട്ടുക, അങ്ങനെ പലതും. അങ്ങനെ ചെറിയ ചെറിയ നാടകങ്ങൾ അങ്ങനെ കേരളത്തിലൊക്കെ നടക്കണത്. എന്തോ ആവട്ടെ, ഒരു കൃഷിയെ കുടുംബം എന്റെ തൊട്ട് മുമ്പിൽ. അപ്പൊ ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അല്ല സഹോദര, ഒരു ചോദ്യം ഉണ്ട് എനിക്ക്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ? യേശുക്രിസ്തു വെള്ളിയാഴ്ച കുരിശിലേറി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ, വിശ്വസിക്കുന്നുണ്ട്. യേശുക്രിസ്തു വെള്ളിയാഴ്ച കുരിശിൽ കിടന്ന് സമ്പൂർണ്ണമായി മരിച്ചോ? ആ, സമ്പൂർണ്ണമായി മരിച്ചു. ഓഹോ, ശരി. യേശുക്രിസ്തു ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റോ? ആ, യേശുക്രിസ്തു ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റു. ശരി. എന്റെ അടുത്ത ചോദ്യം, വെള്ളിയാഴ്ച കുരിശിലേറിയ യേശുക്രിസ്തു ഞായറാഴ്ച തന്നെയല്ലേ ഉയർത്തെഴുന്നേറ്റ്? അതെ. അതിനിടയിൽ യേശുക്രിസ്തുവിന് വല്ല ചലനം ഉണ്ടായോ? ഇല്ല. വല്ല ജീവനുണ്ടായോ? ഇല്ല, ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ശരി. അപ്പൊ ഞാൻ അടുത്ത ചോദ്യം കൂടി തൊടുത്തു വിട്ടു. ആ ചോദ്യം എന്താ? വെള്ളിയാഴ്ച ശനിയാഴ്ച ആയല്ലോ, ആ, ശനി ഞായറായല്ലോ. അതെ. രാവും പകലുണ്ടാകുന്നത് എങ്ങനെയാ? സൂര്യനും ചന്ദ്രനും കറങ്ങി. യേശുക്രിസ്തുവിന്റെ കൺട്രോളാണ് സൂര്യനും ചന്ദ്രനെങ്കിൽ കുരിശിൽ കിടന്ന് മരിച്ച യേശുക്രിസ്തുവിന് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അവന് മനസ്സിലായി, ഇല്ല. അപ്പൊ രാവും പകലും ഉണ്ടാകുന്നതിൽ യേശുക്രിസ്തുവിന് ഒരു പങ്കുമില്ല എന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. ആ, മനസ്സിലായി. അപ്പൊ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പും രാവും പകലും ഉണ്ടായി, അതിലും അദ്ദേഹത്തിന് പങ്കില്ല. അദ്ദേഹം ജനിച്ച കാലത്തും അതിൽ പങ്കില്ല, ഇപ്പം മരിച്ചെടുക്കുമ്പോൾ അതിൽ പങ്കില്ല എന്ന് മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഞാൻ എറണാകുളത്ത് ഇറങ്ങുമ്പോ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞെന്തറിയോ? നിങ്ങൾ ഇറങ്ങിക്കോളി, എനിക്ക് കയറിയിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങിക്കോളി, എനിക്ക് കയറിയിട്ടുണ്ട്. എന്ത് കയറിയിട്ടുണ്ട്? എനിക്ക് വിജ്ഞാനം കയറിയിട്ടുണ്ട്. മനസ്സിലായോ? എന്റെ മനസ്സിലത് തട്ടിയിട്ടുണ്ട്, ഞാനത് ചിന്തിച്ചിട്ടുണ്ട്. പഠിക്കേണ്ടതാണ്. നിങ്ങൾക്ക് രസകരമായ ഒരു പോയിന്റ് പറഞ്ഞു. ഈ മതം പഠിക്കാത്ത കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, എന്റെ താടി കാണുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കും. ക്രിസ്ത്യാനിക്ക് ദേഷ്യം പിടിക്കൂ, അതാണ് അത്ഭുതം. ഞാൻ ഈ എയർപോർട്ടിൽ പോയി. എയർപോർട്ടിൽ, തിരുവനന്തപുരം എയർപോർട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എമിഗ്രേഷൻ ക്ലിയറൻസ് എടുത്തുമ്പോ അയാള് പേരൊക്കെ നോക്കി. അപ്പൊ താടിയൊക്കെ കണ്ടപ്പോ അയാൾക്ക് ഇന്നൊന്ന് കളിപ്പിക്കണം. അല്ല, വേറൊന്നുമില്ല, ഞാൻ രാജ്യദ്രോഹം ചെയ്തിട്ടോ കള്ളുടിച്ചിട്ടോ പെണ്ണിടിച്ചിട്ടോ കഞ്ചാവ് എടുത്തിട്ടൊന്നുമല്ല, എന്റെ മുഖത്തിൽ ലേശം താടി ഉണ്ടായിപ്പോയി. ഇതാണ് കുഴപ്പം. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ചെസ്റ്റിൽ കുത്തിയിട്ടുള്ള അയാളുടെ പേര് അയാൾ ക്രിസ്ത്യാനിയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനിയാണല്ലേ? ആ, ക്രിസ്ത്യാനിയാണ്. യേശുക്രിസ്തുവിനോട് ഭയങ്കര വെറുപ്പല്ലേ എന്ന് ചോദിച്ചു. യേശുക്രിസ്തുവിനോട് വെറുപ്പോ? ക്രിസ്ത്യാനിയെ എനിക്ക്. ആ, നിങ്ങൾക്ക് യേശുക്രിസ്തുവിനോട് ഭയങ്കര വെറുപ്പാണ്, ജൂതനായ സെന്റ് പോളിനോട് ഭയങ്കര ഇഷ്ടവുമാണ് പറഞ്ഞേ. അപ്പൊ അയാളും നോക്കി, എന്താ നിങ്ങൾ പറഞ്ഞു ചോദിച്ചു. യേശുക്രിസ്തുവിനോട് നിങ്ങളെപ്പോലെ വെറുപ്പുള്ള ഒരു മനുഷ്യൻ ഈ മണ്ണിലില്ല. അപ്പൊ അയാൾക്ക് ചൂടായി. അപ്പൊ എന്താന്ന് ചോദിച്ചു. യേശുക്രിസ്തു താടി വെച്ചിട്ടുണ്ട്, മീശയും വെച്ച്, നിങ്ങൾക്ക് അത് രണ്ടുമില്ല, അതുകൊണ്ട് നിങ്ങൾ യേശുക്രിസ്തുവിന്റെ എതിരാളിയാണ്. സെന്റ് പോളായ ജൂതനാണ് താടി മീശയും പഠിക്കണമെന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിനോട് വെറുപ്പായിരുന്നു സെന്റ് പോളിന്. ആ സെന്റ് പോൾ പറഞ്ഞു, മീശയും താടിയും വെക്കണ്ട. നിങ്ങൾ എല്ലാവരും ചിന്തിച്ചു നോക്കൂ. ഈ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ കണ്ണന്നൂരിൽ കഴിഞ്ഞ 1.5 മാസങ്ങൾക്ക് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഒരു ക്രിസ്ത്യ ചെറുപ്പക്കാരൻ എന്റെ പിന്നാലെ കൂടി പ്രസംഗം കഴിഞ്ഞപ്പോൾ അവന് മനസ്സിൽ തട്ടി. അതാണ് വിഷയം. അത് നിങ്ങൾക്കും തട്ടും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്നെ മറന്നോളൂ, ഈ സ്റ്റേജിനെ മറന്നോളൂ, ഈ സംഘടനയെ മറന്നോളൂ. പക്ഷെ ഞാൻ ഉദ്ധരിക്കുന്ന തെളിവ് എന്നും ഒരു ചോദ്യചിഹ്നമായി നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. ലോകത്തേതെങ്കിലും ഈ പയ്യനിന്റെ കൂടെ കൂടിയപ്പോൾ ഞാൻ ചോദിച്ചു, നീ ക്രിസ്ത്യാനിയാണോ? ആ, ഞാൻ ക്രിസ്ത്യാനിയാണ്. നീ ചേലാകർമ്മം ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. ചേലാകർമ്മം എന്ന് പറഞ്ഞാൽ ലിംഗത്തിന്റെ അഗ്രഭാഗം കട്ട് ചെയ്യുന്ന ഒരു ഏർപ്പാട് മുസ്ലിങ്ങൾക്ക് ഉണ്ട്, അറിയാലോ. അതിനാണ് ചേലാകർമ്മം അറിയാം. അത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഇല്ല, ഞാൻ ക്രിസ്ത്യാനിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, യേശുക്രിസ്തു മാപ്പിളേനു? അപ്പൊ ഒന്നുകൂടി യേശുക്രിസ്തു 8-ാം നാളിൽ ചേലാകർമ്മം ചെയ്തു എന്ന് ബൈബിൾ ഞാൻ എടുത്ത് കയ്യിലെ വെച്ചു കൊടുത്ത്. അത് വായിച്ചിട്ട് കണ്ണും തുറത്തി ഇങ്ങനെ, യേശുക്രിസ്തു 8-ാം നാൾ പരിച്ഛേദനയേറ്റു, ചേലാകർമ്മം ചെയ്തു. സെന്റ് പോളാ പറഞ്ഞ ചെയ്യണ്ട. സെന്റ് പോൾ ജൂതനായിരുന്നു.
അപ്പൊ നീ സ്വീകരിച്ച ആദർശം യേശുക്രിസ്തുവിന്റെ അല്ല, ജൂതന്റെതാണ്. ഇതാണ് പ്രശ്നം. ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് സംഭവിച്ച എന്താ? ചതുർവേദം കാറ്റ് പറത്തിക്കളഞ്ഞു, ശങ്കരാചാര്യരെ സ്വീകരിച്ചു. ഞാൻ എന്റെ ഹിന്ദുക്കളോട് തുറന്നു പറയും, നിങ്ങൾക്ക് എന്നോട് എന്ത് തോന്നിയാലും, എന്റെ ആയുസ് എന്തിന്റെ പേരിൽ ചുരുങ്ങിയാലും ഞാൻ ഹൈന്ദവരോട് പറയാൻ, നിങ്ങളെ മതത്തെ അട്ടിമറിച്ച മതനിഷേധി ശങ്കരാചാര്യരാണ് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. ഷുവർ, ഞാൻ തുറന്നു പറയാൻ ശങ്കരാചാര്യർ അവതരിപ്പിച്ച ചതുർവേദത്തിന്റെ ആശയമല്ല. അത് ഞാനല്ല പറയുന്നത്, ഞാൻ വായിച്ചു കേൾപ്പിച്ചിരങ്ങ്. രാഹുൽ സാങ്കൃത്യായൻ, ഡോക്ടർ രാധാകൃഷ്ണൻ, ഇന്ത്യൻ ഫിലോസഫി 1ാം വോള്യം, രാഹുൽ സാങ്കൃത്യായൻ, വിശ്വദർശനം, ഈ പുസ്തകത്തിലൊക്കെ പറയുന്നറിയോ? പുനർജന്മ സിദ്ധാന്തവും അദ്വൈത സിദ്ധാന്തവും ശങ്കരാചാര്യരുടെ നിർമ്മിതിയിൽപ്പെട്ടതാണ്, വേദത്തിൻ്റെതല്ല. അത് വേദം മട്ടിമറിക്കുക ചെയ്ത്. ഒരു ഉദാഹരണത്തോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ. ഞാൻ ഈ പയ്യനോട് ചോദിച്ചു, അത് ചോദിച്ചിട്ട് ബാക്കി പറയാം. നീ എന്താ താടി വെക്കാത്ത? ഞങ്ങൾ താടി വെച്ചിട്ട് ഞങ്ങളൊക്കെ എല്ലാവരും വെറുക്കാൻ കാരണം നീ താടി വെക്കാത്തതുകൊണ്ടാണ്. അപ്പൊ അവൻ ആശ്ചര്യം തോന്നി. ഞാൻ ചോദിച്ചു, നീ ക്രിസ്ത്യാനിയല്ലേ? അതെ. നിന്റെ വീട്ടിൽ യേശുക്രിസ്തുവിന്റെ പിക്ചർ ഉണ്ടോ? ഉണ്ട്. യേശുക്രിസ്തു മീശയും താടിയും പഠിച്ചിട്ടാ? അപ്പോഴവൻ ചിന്തിച്ചു തന്നെ, ലോകത്തെവിടെ നോക്കിയാൽ യേശുക്രിസ്തുവിന്റെ ഫോട്ടോ എന്താ? താടി ഉള്ളതല്ലേ, അല്ലേ? ആ ക്രിസ്ത്യാനി താടി വെച്ച് എന്നോട് ദേഷ്യം പിടിക്കണ്. നോക്കണം, യേശുക്രിസ്തു താടി വെച്ചോണ്ട് ഞാൻ താടി വെച്ചത്. മനസ്സിലാക്ക്. പ്രവാചകന്മാർ മുഴുവനും നിങ്ങൾക്കറിയാലോ, ലിംഗഛേദശിഖാഹീന കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യത് പുരാണത്ത് പറയാൻ, ചേലാധർമ്മം ചെയ്യുന്നവരും താടി നീട്ടുന്നവരും മുടി ചീകി വെക്കുന്നവരും പന്നിമാംസം കഴിക്കാത്തവരും ബാങ്കു ഉറക്കെ വിളിച്ചു പറയുന്നവരുമായ മുസൈലിമന്മാർ ഇവിടെ വരും. കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഏതസ്മിൻ നമ്പരേ മ്ലേച്ഛാചാര്യണ സമുന്നിത മഹാമത് ഇതിക്യാത ശിഷ്യശാഖ സമുന്നിതം. എങ്ങനെ മതം തെറ്റിക്കപ്പെട്ടു? നമ്മളൊക്കെ എങ്ങനെ തെറ്റിപ്പോയി? നമ്മളൊക്കെ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ് തമ്മിൽ തല്ലുകൂടി, ചുവന്ന തുണിയെടുത്തോടെ കാണുമ്പോഴേക്ക് വിടുന്ന ബേജാറ്, ചുവന്ന ചരടിയിട്ടോടെ കാണുമ്പോഴേക്ക് വിടുന്ന ബേജാറ്, താടി നീട്ടിയോടെ കാണുമ്പോഴേക്ക് ബേജാറ്. താടി എന്നൊക്കെ പറഞ്ഞ നിങ്ങൾ, രവീന്ദ്രനാഥ ടാഗോറിന് എത്ര താടിയുണ്ട്? ഗുരു നിത്യചൈതന്യക്ക് എത്ര താടിയുണ്ട്? യഥാർത്ഥ സ്വാമിജിമാർക്കൊക്കെ താടിയുണ്ട്. അത് ഭീകരവാദത്തിൻ്റെതല്ല, ശാന്തതയുടേതാണ്, നന്മയുടേതാണ്. ഈ താടി വെച്ച് സിനിമാ തിയേറ്ററിന് മുമ്പിൽ എനിക്ക് ക്യൂ നിൽക്കാൻ പറ്റുമോ? ഏതാണ് ഒരു മൗലവി പിടിക്കണയാളെ എന്നറിയും. നേരത്തെ ക്ലീൻ ഷേവ് ചെയ്തോന് കള്ളിച്ചാപ്പിലും പോവാ, വേശ്യാലത്തിലും പോവാ, എവിടെയും പോവാ. ഓൻ ആരും ചോദിച്ചു, ഓൻ ഏതാ ജാതി, ഓൻ ഏതാ മതം, ഓന്റെ സ്ഥാനം എന്താ ഒന്നറിയില്ല. നേരത്തെ പള്ളിയിലച്ഛന്റെ വേഷമിട്ട് താടിയൊക്കെ നീട്ടിയ ഒരാൾ വേശ്യാലത്ത് കാത്തുനിന്നാലോ പിടിക്കടാ അച്ഛനെ, കൊടുക്കടാ അടി എന്നറിയില്ലേ? ആ വേഷത്തിന് തന്നെ നന്മയുടെ ഒരു ഉദാഹരണം ഉണ്ട്. ഇത് നീട്ടിയിട്ട് കള്ളിച്ചാപ്പ് എടുക്കാൻ പറ്റൂല. അപ്പൊ ഇത് നന്മയുടെ മാത്രമല്ല, ലോകത്ത് ആൺസിംഹത്തിന്റെ പ്രത്യേകത എന്താ? അതിന്റെ പൂടയല്ലേ? ആൺസിംഹം താടി പഠിച്ചാലോ, ഡെയിലി ബ്ലേഡ് എടുത്ത് പെണ്ണിനെ പോലെ ആയാലോ, പിന്നെ അതിന് വല്ല ശൗര്യമുണ്ടോ? ആൺസിംഹത്തിന്റെ പൂടയാണ് അതിന്റെ ഗംഭീരത. പുരുഷ പ്രകൃതമാണ് താടി. അതിനോട് ആരും വിരോധം വെക്കണ്ടെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അതുകൊണ്ട് ആളുകൾക്ക് എന്താ അറിവ്? ഇപ്പൊ സതിസമ്പ്രദായം നിലനിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ. സതിസമ്പ്രദായം നിലനിന്നൊരു കാലഘട്ടം. ഇങ്ങനെ സതിസമ്പ്രദായം ഉണ്ടായത് ഒരു ശ്ലോകത്തിന് ക്രൂരമായ മാറ്റം വരുത്തി. ലോകത്തെവിടെയും നിങ്ങൾ ഏത് മതത്തിന്റെ അസല് പരിശോധിച്ചാൽ അതിനൊരു ഒറിജിനാലിറ്റി ഉണ്ടാവും, അതിന്റെ തനതു സ്വഭാവത്തിൽ. പിന്നെ ഇവിടെ മാറ്റം വന്ന് ഇപ്പൊ നിങ്ങൾ നോക്കി, കേരളത്തിൽ ഇസ്ലാം തന്നെ എന്താ? താടി, മുടി, ചട്ടി, തൊപ്പി, കാന്തപുരം. എന്താ? നബീന്റെ ചട്ടി, നബീന്റെ ചൂല്, നബീന്റെ തുപ്പൽ പാത്രം, നബീന്റെ താടി, നബീന്റെ മുടി. ഇതാ മതം. കേരളത്തിലെ ഖുറാഫിക്ക് ഇതാണ് മതം. അല്ലണ്ടോ? ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. റസൂലിന്റെ എന്തെങ്കിലുണ്ടോ? അതാ ഉസ്താദിന്റെ കയ്യിലുണ്ട്. അത് വിറ്റ് പിട്ടടിക്കുക, പാവപ്പെട്ടവനെ ചതിച്ച് പിട്ടുമിടുക. മതം എന്ന് പറഞ്ഞാൽ മനുഷ്യർ നശിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറയുന്നത്? സതിസമ്പ്രദായം. ആ സമ്പ്രദായത്തെ കുറിച്ച് പറയുമ്പോൾ രണ്ട് വാക്ക് ഞാൻ പറഞ്ഞോട്ടെ. പെണ്ണിന്, സ്ത്രീക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നു. പുരുഷന്റെ സ്വത്തിൽ അവൾക്ക് അവകാശം ഉണ്ടായിരുന്നു. ആ സ്വത്തിൽ അവൾക്ക് അവകാശം ഉണ്ടാവും. എന്തുണ്ടാവും അറിയോ? അതും പറഞ്ഞുതരാം. ഇപ്പൊ ഉദാഹരണത്തിന്, ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചോളൂ, എന്റെ ഭാര്യയ്ക്ക് എന്റെ സ്വത്തിൽ അവകാശം ഉണ്ടെന്നാണ് ഇസ്ലാം പറയുന്നത്. ഇവരുടെ ഹൈന്ദവ ദർശനത്തിലും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ എന്തുണ്ടായി? അതായത് ഒരു ഉദാഹരണം പറഞ്ഞു, ഞാൻ മരിച്ചിട്ട് എന്റെ സ്വത്ത് അന്യ കുടുംബത്തിൽ നിന്ന് വന്നോളാണല്ലോ പെണ്ണ്, അവൾക്ക് കൊടുക്കാൻ എന്റെ കുടുംബക്കാർക്ക് മടിയുണ്ടായി. അപ്പൊ അവര് ചിന്തിച്ചു, എങ്ങനെ പെണ്ണിന് ഈ സ്വത്ത് എത്താതിരിക്കണം? അന്നോട് വിരോധം, എനിക്ക് സ്വത്ത് തരൂല, ഞങ്ങളെ മക്കളുടെന്ന് പറഞ്ഞാൽ നാട്ടിലെടുക്കൂല. അപ്പൊ അതിനൊരു മതത്തിന്റെ മുഖം ഉണ്ടാവണം. അവരെന്താ ചെയ്തതെന്നറിയോ? അവർക്ക് പറ്റിയൊരു പുരോഹിതനെ പിടിച്ചു. ഒരു പുരോഹിതനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? ഒരു ശ്ലോകത്തിന് വലിയൊരു മാറ്റം വരുത്തി. എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കണം, പഠിക്കണം. നിങ്ങൾ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും നിങ്ങൾ ആരെയും മതത്തിൽ ചേരാൻ ഞാൻ വിളിക്കൂല.
നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടോ അതേതാണോ സത്യം എന്ന് സ്വീകരിച്ചാൽ നിങ്ങൾ ഒരാളും വന്നിട്ട് ഞങ്ങൾ ഉസാറാണ് കേട്ടോ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് അതിനോട് കാര്യമില്ല, നിങ്ങൾ നന്നായി ഞങ്ങൾക്ക് എന്ന്, ഞാൻ നന്നായി എനിക്ക് എന്ന്, അതാണ് എന്റെ വിശ്വാസം. ഞാൻ വാക്ക് പറഞ്ഞിട്ട് വെറുതെ വാചാലടിച്ചതും കാര്യമില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ പറയുന്ന ഒക്കെ ഉണ്ടാവണം, അതാണ് എന്റെ പോളിസി. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞില്ലേ, അത് ഇസ്ലാമാണ് ലോകത്തോട് പറഞ്ഞത്. ലിമ തഖൂലൂന മാ ലാ തഫ്അലൂന എന്ന് ഇസ്ലാം പറഞ്ഞതിന് ശേഷം മഹാത്മാഗാന്ധി പറഞ്ഞു, നിങ്ങൾ പ്രവർത്തിക്കാത്ത പറയരുത്, നിങ്ങളുടെ ജീവിതം എന്താണോ അത് നിങ്ങളുടെ സന്ദേശമാവണം. ഇനി എങ്ങനെ ശ്ലോകത്തിന് മാറ്റേണ്ടായത്? അതായത് പെണ്ണിന് സ്വത്തിൽ അവകാശമുണ്ട് എന്ന് വന്നതിനെ മാറ്റണം. ഭർത്താവ് മരിച്ചാലും പെണ്ണിന് ജീവിക്കാമെന്നായിരുന്നു നിയമം. ആ നിയമം പഠിപ്പിക്കുന്ന ശ്ലോകം ഇങ്ങനെയാണ്: അഗ്രേ തദ്ഗച്ഛതി ഭവതി. എന്താ അതിന്റെ അർത്ഥം? അഗ്രേ സംസ്കൃതത്തിൽ എന്താ അർത്ഥം? ഗമിച്ചുകൊള്ളൂ, മുന്നോട്ട് പോയിക്കൊള്ളൂ. ഭർത്താവ് മരിച്ചാലും ഭാര്യയുടെ ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കാതെ ജീവിച്ചുകൊള്ളൂ എന്നാണ് പറഞ്ഞത്. ആ അഗ്രേ എന്ന അക്ഷരത്തിന് ചെറിയൊരു മാറ്റം വരുത്തി, വളരെ നൈസായ ഒരു മാറ്റം, പക്ഷെ ആശയത്തിൽ ഭയങ്കര മാറ്റം ഉണ്ടായി. ആ ഗ്രേ എന്നുള്ള ഗ്ര ശ്രദ്ധിച്ചില്ലേ, ശബ്ദം ശ്രദ്ധിച്ചില്ലേ? ആ അഗ്രേ തദ്ഗച്ഛതി ഭവതി എന്നുള്ളതിന് പുരോഹിതൻ എന്താക്കി? അഗ്നേ തദ്ഗച്ഛതി ഭവതി, ഭവതി തീയിലേക്ക് ചാടിക്കോളൂ. കണ്ടോ, നേരത്തെ ശ്ലോകത്തിൽ എന്തല്ലേ? അഗ്രേ തദ്ഗച്ഛതി ഭവതി, അല്ലയോ ഭവതി, ഭർത്താവ് മരിച്ചാലും ഇനിയും നീ ജീവിച്ചുകൊള്ളൂ എന്നാണ്. അഗ്രാന്നുള്ളത് മാറ്റി അഗ്നേ തദ്ഗച്ഛതി ഭവതി, അല്ലയോ ഭവതി, ഭർത്താവ് മരിച്ചാൽ തീ ചാടിക്കോ. അപ്പൊ ജീവിക്കാനുള്ള ആശയം മരിക്കാനുള്ള ആശയമായി മാറി പൗരോഹിത്യം ഇടപെട്ടപ്പോ. അതാണ് ലോകത്ത് മതങ്ങൾക്കൊക്കെ സംഭവിച്ചത്. അവിടെയാണ് നമ്മൾ ശരിക്കും രാജാറാം മോഹൻ റോയാണ് വില്യം ബെൻഡക്കൂറിന്റെ ഭരണകാലഘട്ടത്തിൽ സതിസമ്പ്രദായം നിർത്തലാക്കി. അവിടെ കട്ടെ, എന്റെ വിഷയം അതല്ലാതുകൊണ്ട് അവിടെ കട്ടെ. വേദപഠനത്തിലൂടെ ഞാൻ നിങ്ങളെ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ശുദ്ധമായ ഏകദൈവാരാധനയിലേക്കാണ്. ഞാൻ നേരത്തെ ഒരു ക്രിസ്ത്യാനിന്റെ കഥ പറഞ്ഞല്ലോ, അതുപോലെ എന്റെ കൂടെ പഠിച്ചിരുന്ന രാകേഷ് 6ാം ക്ലാസ്സിൽ ഞങ്ങൾ ഒന്നിച്ചേർന്നു. എന്റെ നാട് ബാലുശ്ശേരിയാണ്. കേസരിയുടെ പത്രാധിപർ ഗോപാലൻകുട്ടി മാഷിന്റെ അയൽവാസിയാണ്. ഞാൻ മുസ്ലിങ്ങളുടെ നടുവിലാണ് ജീവിച്ചിരുന്നത്. ഇപ്പൊ ഞാൻ കുറച്ച് മലപ്പുറത്തേക്ക് ഈ പ്രബോധനത്തിന്റെ ഉദ്ദേശാർത്ഥം മാറി താമസിക്കുകയാണ്. അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് നാട്ടിലെ തൃശ്ശൂർ, എന്റെ പഴയ നാട്ടിലെ. അപ്പൊ എന്റെ വീടിന്റെ മുമ്പിൽ ബാബുവേട്ടനാണ്, സായി ഭക്തനാണ്. അതിന്റെ അപ്പുറത്ത് മാധവേട്ടനുണ്ട്, അതുപോലെ ബാബുവേട്ടനുണ്ട്, ശശിയുണ്ട്, ശിവനുണ്ട്, ശിവാനന്ദനുണ്ട്, അങ്ങനെ എല്ലാവരും ഉള്ള മുസ്ലിങ്ങളുടെ നടുവിലൊരു വീടാണ് എന്റേത്, ഞാൻ മുമ്പ് താമസിച്ച സ്ഥലം. ആ നാടുകളിലൊക്കെ ജീവിച്ച കാലത്തും ഒരു നിലന്ന കാലത്തും എന്റെ കൂടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നൊക്കെ ഈ നാട്ടിലെ ഹൈന്ദവരായി. ഞാൻ പഠിച്ച സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ, ഞാൻ അറബി കോളേജിലല്ല അവിടെ പഠിച്ചു, ഡിഗ്രി വരെ മലയാളം എടുത്തിട്ട് തന്നെ പഠിച്ച്. ആ കാലയളവിലൊക്കെ എന്റെ കൂടെയുള്ളവരൊക്കെ മുസ്ലിങ്ങളായി. അതിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്നു 6ാം ക്ലാസ് പഠിച്ചിട്ടുള്ള എന്റെ കൂടെ പഠിച്ച ബാലനും അതോടൊപ്പം ഈ രാകേഷ്. രണ്ട് സ്ഥലങ്ങളിലെ. ഒരുപാട് വർഷത്തിന് ശേഷം ഞാൻ രാകേഷിനെ യാദൃശികമായി ഒരു റോട്ടിൽ വെച്ച് കണ്ടുമുട്ടാൻ, ഒരുപാട് വർഷത്തിന് ശേഷം. അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതമായി. രാകേഷ്, എന്തൊരു അത്ഭുതമാണ്, നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചവൻ പറഞ്ഞു, എന്റെ വീട് ഇതാണ്, നീ ഒന്ന് വരണം, ഞാൻ പഞ്ചാബിലാണ്, പട്ടാളത്തിലാണ്. അവനോട് നീ എവിടെയാ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ പരസ്പരം സൗഹൃദങ്ങളൊക്കെ പങ്കു. രാകേഷിന്റെ വീട്ടിൽ ഞാൻ ചെന്നിരുന്നപ്പോ വലിയൊരു ലൈബ്രറി ഉണ്ട് അവിടെ. അപ്പൊ അതിൽ ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദം അതിങ്ങനെയുണ്ട്. കണ്ടപ്പോൾ ഞാൻ രാകേഷിനോട് പറഞ്ഞു, രാകേഷ് ആ യജുർവേദം ഒന്ന് എടുക്കാമോ? അപ്പൊ അവൻ എന്നോട് ചോദിക്കുകയാണ്, പൂച്ചക്ക് എന്താടാ പൊന്നെടുക്കുന്നിടത്ത് കാര്യം, ജി മുസ്ലിം അല്ലടാ ചെക്ക, എനിക്ക് എന്തിനാ ഈ യജുർവേദം? ഞാൻ പറഞ്ഞു, നീ യജുർവേദം എടുക്ക്. യജുർവേദം എടുത്ത് 32ാമത്തെ അധ്യായം എടുക്ക്. അപ്പൊ 32ാം അധ്യായം എടുത്തു. ശരി, അതിലെ 3ാമത്തെ ശ്ലോകം നീ ഒന്ന് വായിക്ക്. പ്രതിമാസ്തി, ആ ദൈവത്തിന് പ്രതിമയില്ല. ഞാൻ പറഞ്ഞ അതിന്റെ അടിക്കുറിപ്പ് വായിക്ക്. ദൈവത്തിന് പ്രതിമയില്ല എന്ന് സ്ഥാപിക്കുന്ന യജുർവേദത്തിലെ സൂക്തം വായിച്ചു കഴിഞ്ഞപ്പോ ഞാൻ അവനോട് ചോദിച്ചു, എന്താ അതിലുള്ളത്? ബിംബം പാടുണ്ട് എന്നാണോ പാടില്ല എന്നാണോ? ബിംബം വെച്ചുള്ള ആരാധന ശരിയാണെന്നാണോ അല്ല എന്നാണോ? അപ്പൊ പറഞ്ഞു അല്ല എന്നാണ്. ശരി, എന്നാ അതെന്താ? അത് പൂജാമുറി. അതെന്താ? അത് ബിംബം. അത് വെക്കാൻ പാടില്ല എന്ന് യജുർവേദം പറഞ്ഞാൽ നീ വെച്ചാൽ നീ യജുർവേദത്തിന്റെ ആളാണോ, യജുർവേദത്തെ നിഷേധിച്ചവനാണോ? നീ യജുർവേദത്തെ നിഷേധിച്ചവനാണ് എങ്കിൽ യജുർവേദത്തെ അംഗീകരിക്കുന്നവനാകണെ എന്തു വേണോ? ആ പൂജാമുറി നാം വിഗ്രഹം എടുത്ത് മാറ്റണം. അവനത് മനസ്സിലായി. ചെയ്തോ ചെയ്തില്ല എന്നുള്ള അവന്റെ വിഷയം. ഇതുണ്ട് എന്ന് അവന് പറഞ്ഞു കൊടുത്തില്ലേ, ഞാൻ കുറ്റക്കാരനാണ്. ഒരു സൈഡ് സ്റ്റാൻഡ് കെട്ടാതെ വണ്ടി പോയാൽ പകയൻ ചത്ത് മരിക്കട്ടെ എന്ന് വിചാരിച്ചാലോ ഞാൻ ക്രൂരനാണ്. അതുപോലെ വിശ്വാസത്തിലെ ന്യൂനത ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങളോട്, നിങ്ങൾ എന്റെ കൂടെ വരൂ. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഓച്ചിറ ക്ഷേത്രം.
പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രം, ചെറിയഴിക്കൽ ഭഗവതി ക്ഷേത്രം, പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രനട, ഒരുപാട് ക്ഷേത്രങ്ങൾ. ഞാൻ അതിനുള്ളിലൊക്കെ പോയി പ്രസംഗിച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഒരു ഹിന്ദു ദാർശനികനും ഞാൻ അവതരിപ്പിച്ച വിഷയം തെറ്റിപ്പോയി എന്ന് വരെ പറഞ്ഞിട്ടില്ല. ശിവഗിരി ആശ്രമത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പ്രേമാനന്ദ കഴിഞ്ഞ ഡിസംബർ 23 തലശ്ശേരി ചാലിൽ ഞങ്ങളൊരു വിഷയം വെച്ചു. ആ വിഷയം ഇതായിരുന്നില്ല. ഇതിന്റെ മറ്റൊരു ഭാഗം ഏകദൈവാരാധനയും പരലോകവും വേദങ്ങളിൽ നമ്മൾ അവതരിപ്പിച്ച ഒരു വിഷയവും. കാരണം എനിക്ക് പുതുതായി ഒന്നും പറയാനില്ല. ഹിന്ദു വേദത്തെ കുറിച്ച് പഠിച്ചു നോക്കിയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. ഇവിടുത്തെ ഹൈന്ദവർ ചെയ്യുന്നത് ശരിയല്ല എന്ന് മനസ്സിലായി, മുസ്ലിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് മനസ്സിലായി, ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് മനസ്സിലായി, അബദ്ധങ്ങളുണ്ട് എന്ന് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം കൂടെ കേട്ടോ, സ്വാമി ദയാനന്ദ സരസ്വതി ലൈറ്റ് ഓഫ് ട്രൂത്തിന്റെ 12ാമത്തെ പേജ്, 13ാമത്തെ പേജ്, 32ാമത്തെ പേജ്, 515ാമത്തെ പേജ്, 16 ദൂഷ്യങ്ങൾ ബിംബാരാധനക്കുണ്ട് എന്ന് അദ്ദേഹം അതിൽ സ്ഥാപിക്കുകയാണ്. 16 ദൂഷ്യങ്ങൾ, 16 കുഴപ്പങ്ങൾ ബിംബാരാധനക്കുണ്ട്. ഞാൻ ലളിതമായ ഒരു കാര്യം പറഞ്ഞോളൂ, മനസ്സ് തട്ടി. ലോകത്ത് 1400 വർഷം കഴിഞ്ഞു പ്രവാചകൻ ഈ ലോകത്ത് വന്ന് മരിച്ചിട്ട്. നിങ്ങൾ മനസ്സ് തട്ടി ചിന്തിക്കണം. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഒക്കെ മറന്നോ? ഞാൻ പറയുന്ന വിജ്ഞാനത്തെ വിജ്ഞാനം വെള്ള നിൽക്കെടുത്തോ. ഏതുപോലെ ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞ പോലെ, വത്സാ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. സംസാരകാരിണി ആയത് വിദ്യയും സംസാര നാശിനി ആയത വിദ്യയും. സംസാരകാരിണി ആയത വിദ്യയും സംസാര നാശിനി ആയതു വിദ്യയും. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായി സുമോർക്കനി. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പോൽ കാലാഹിന പരിഗ്രസ്തമാം ലോകം. ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. രാമനെ ദശരഥ മഹാരാജാവ് കാട്ടു പറഞ്ഞയച്ചു. ലക്ഷ്മണന് കോപം വന്നു. ലക്ഷ്മണൻ എന്താ പറഞ്ഞേ? കാമവിവശനായ എന്റെ അച്ഛൻ നിന്നോട് കാട്ടുപോകാൻ പറഞ്ഞുവല്ലേ? എന്റെ ആവനാഴിയിലെ അമ്പ് വാർദ്ധക്യം കൊണ്ട് എനിക്ക് കുത്തിപ്പിടിക്കാനുള്ളതല്ല. എന്റെ അരയിൽ തിളങ്ങുന്ന വാൾ ഖഡ്ഗം അതെനിക്ക് അലങ്കാരത്തിനുള്ളതല്ല. കാമവിവശനായ എന്റെ അച്ഛനെ കൊല്ലും എന്ന് ലക്ഷ്മണൻ പറഞ്ഞു. ശ്രീരാമൻ ഒന്നും മിണ്ടിയില്ല. അവിവേകികളോട് ചില സ്ഥലത്ത് വെച്ച് സംസാരിക്കരുത് എന്ന് നിയമം. ശ്രീരാമൻ ഒന്നും മിണ്ടിയില്ല. രാമൻ എന്ന പദത്തിന്റെ അർത്ഥം പോലും ഇന്നത്തെ ഹൈന്ദവ സഹോദരങ്ങൾ മറന്നില്ലേ? രാമൻ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താ? രണ്ടാള് തല്ലൂടിയാൽ അവർക്കിടയിൽ കോംപ്രമൈസ് ഉണ്ടാക്കുന്നവൻ, രമ്യത ഉണ്ടാക്കുന്നവൻ രാമൻ. അയോധ്യ എന്ന് പറഞ്ഞാലോ യുദ്ധമില്ലാത്ത ഭൂമി എന്ന അതിന്റെ അർത്ഥം തന്നെ, യുദ്ധമില്ലാത്ത ഭൂമി. നാരായണൻ എന്ന് പറഞ്ഞാലോ നാരായണ 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 എന്തായതിനർത്ഥോ? അറിഞ്ഞുകൂടാ, ആളുകൾക്ക് അറിഞ്ഞുകൂടാ, പഠിച്ചില്ല. നരകൃത ശുഭാശുഭഗ്രാഹിയായുള്ളവൻ ആരോ അവൻ നാരായണൻ. നരകൃത ശുഭാശുഭഗ്രാഹി, മനുഷ്യന്റെ ഹൃദയത്തിലെ ശുഭങ്ങളെയും അശുഭങ്ങളെയും അറിയുന്ന സർവശക്തനായ ജഗദീശ്വരൻ. അതാണോ വിളിക്കുന്നുണ്ടാവുന്നത്? അല്ല. അവിടെയാണ് ലോപങ്ങൾ വന്നിരിക്കുന്നു, കാര്യങ്ങൾ മാറിപ്പോയിരിക്കും. അവിടെ ഞാൻ പറഞ്ഞിടത്തേക്ക് മടങ്ങുകയാണ്. അറിവ് എന്ന നിലക്ക് നിങ്ങളുടെ പ്രസംഗം കേട്ടു നോക്കൂ. അവിടെ ഞാൻ പറയുന്നത് 1400 വർഷം കഴിഞ്ഞു. മുഹമ്മദ് നബി എന്നൊരു പ്രവാചകനെ വെറുപ്പോടുകൂടി കേൾക്കുന്നവരുണ്ട്, ഇഷ്ടത്തോടുകൂടി കേൾക്കുന്നവരുണ്ട്. വെറുക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടപ്പെടാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് നിങ്ങളുടെ അറിവനുസരിച്ചായിരിക്കും. ഒരാളെ നമ്മൾ വെറുക്കും, അയാൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും. അയാൾ എന്താണെന്നറിഞ്ഞാൽ അല്ലേ? വിൻസ്റ്റൺ ചർച്ചിലിനോട് ഒരു സ്ത്രീ പറയാണ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിലിനോട് പറയാണ്, നിങ്ങളോട് നിങ്ങളുടെ മീശയോട് എനിക്ക് വെറുപ്പാണ്. വിൻസ്റ്റൺ ചർച്ചിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാനുമായോ എന്റെ മീശയുമായോ ബന്ധപ്പെടാൻ സഹോദരിക്ക് സൗഭാഗ്യം കിട്ടാത്തതുകൊണ്ട് തോന്നിയതാണ്. വല്ലാത്തൊരു വാക്കാണ്. അതുപോലെ മുഹമ്മദ് നബിയോട് ഞങ്ങൾക്ക് വെറുപ്പാണ്. മുഹമ്മദ് നബി എന്താ നിങ്ങൾ പഠിച്ചില്ല? ശ്രീരാമൻ എന്താണ് പഠിച്ചത്? എനിക്കൊരു വെറുപ്പുണ്ടായില്ല. പക്ഷെ ശ്രീരാമന്റെ പേരിൽ കളവ് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ എതിർത്തിട്ടുണ്ട്. അതാണ് എവിടെയുള്ളത്? രാമായണത്തിലെ ഉത്തര രാമായണം 3-ാം അധ്യായത്തിൽ രാമനെ മോശക്കാരനാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ എതിർക്കുന്നു, നിങ്ങളും എതിർക്കേണ്ടതാണ്. രാമൻ എന്ന കഥാപാത്രത്തെ വാൽമീകി മഹർഷി ഭാരതജന്റെ കൂടെ തമസാനദിയുടെ തീരത്ത് പോയി മാനിഷാദ പ്രതിഷ്ഠാന്ത അല്ല, അരുത് കാട്ടാളാ, അരുത്. ഒരു പക്ഷിയുടെ രക്തം പോലും ഭൂമിയിൽ വീഴരുത്. പിന്നല്ലേ മുസ്ലിമിന്റെ രക്തം ഭൂമിയിൽ ചുറ്റുന്നത്? പാടില്ല. ഒരു മനുഷ്യന്റെ രക്തം ഭൂമിയിൽ അനാവശ്യമായി ഇവിടെ വീഴാൻ പാടില്ല. അതാ മതം. അത് പഠിക്കുമ്പോഴാണ് മതവിശ്വാസിയാകുക.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. ഈ 1400 വർഷത്തിനിടയിൽ മുഹമ്മദ് നബിയുടെ വിഗ്രഹം തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഈച്ചയെ കൊല്ലേണ്ടി വന്നിട്ടുണ്ടോ നാട്ടിൽ? ഉണ്ടായിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞോളൂ, മനസ്സ് തട്ടി പറഞ്ഞോളൂ. അതായത് കണ്ണൂരിലെ മമ്പറത്ത് മുഹമ്മദ് നബിയുടെ പ്രതിമ തകർക്കപ്പെട്ടു. 50 ജീപ്പ് നിറച്ചും പോലീസുകാർ. കമ്മ്യൂണൽ റയോട്ട്. അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഇന്ന് വരെ ഉണ്ടായോ? ലോകത്തെവിടെയെങ്കിലും മുഹമ്മദ് നബിയുടെ പ്രതിമ തകർക്കപ്പെട്ടു എന്നിട്ട് വിഗ്രഹം ഉണ്ടായോ? ഒരു വിപ്ലവം ഉണ്ടായോ? ഇല്ല. കാരണം പ്രതിമ ഉണ്ടെങ്കിലല്ലേ തകർക്കൽ? ഇല്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു ആന ഉണ്ടായിരുന്നു. നാഗത്തിങ്കൽ തറവാട്ടിൽ ഒരു ആന ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു കാരണവർ, അപ്പുറത്ത് ഒരു കാരണവരുണ്ടായിരുന്നു. അയാളോട് എപ്പോഴും നാഗത്തിങ്കൽ ആന എന്നെ കുത്തൂല അറിയും മൂപ്പര്. പക്ഷെ ഞാൻ എന്താ കാരണവരെ? ഞാൻ ആനന്റെ അയലത്തേക്ക് പോവില്ല. പോയാലല്ലേ കുത്തുക. വിഗ്രഹം തകർന്നിട്ട് ഒരു വിപ്ലവം ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞാല് മുഹമ്മദ് നബിയുടെ പ്രതിമ തകർത്തു എന്ന് പറഞ്ഞിട്ട് ഹിന്ദു മുസ്ലിമും തല്ലുകൂടേണ്ടി വന്നിട്ടില്ല ഇന്ന് വരെ. നേരെ മറിച്ച് ഹിന്ദു മതത്തിലെ ബിംബാരാധനയും ക്രിസ്തു മതത്തിലെ ബിംബാരാധനയും മുസ്ലിം സമൂഹം ഉണ്ടാക്കിയ കബറാരാധനയും തമ്മിൽ തെളിച്ചിട്ടില്ലേ നമ്മളെ? അല്ലേ? ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. എന്റെ ദൈവം പറഞ്ഞു കേട്ടില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു, തുറന്ന് ക്ഷമിക്കണം. രാമജന്മഭൂമി പ്രശ്നം ഉണ്ടാക്കിയ ഒരു സ്വാമിജിയാന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് പറഞ്ഞൊരു എന്തുകൊണ്ട്, എന്താ കാരണം? ഞാൻ വെറുതെ പറയല്ല. ഒരു വിഗ്രഹത്തെ ഒരു പള്ളിയുടെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കുകയാണ് ഒരു സ്വാമിജി. ചുവന്ന ഡ്രസ്സ് ധരിച്ച് കയ്യിലൊരു ചുവന്നതിൽ വിഗ്രഹത്തെ ചുരുട്ടിപ്പിടിച്ച് ഒരു പ്രഭാതത്തിന്റെ തൊട്ട് അർദ്ധരാത്രിയുടെ അങ്ങേയറ്റത്ത് അത് കൊണ്ടുപോയി രാമന്റെ പ്രതിമ വെച്ചു. അവിടെ ഞാൻ വേദനിച്ച്, ഇന്നെങ്ങാനും ശ്രീരാമൻ തിരിച്ചു വന്നാൽ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ, ശ്രീരാമൻ നിങ്ങളോടൊപ്പം നിൽക്കില്ലെന്ന് ഞാൻ വിചാരിക്കും. മുഹമ്മദ് നബി ഇന്ന് തിരിച്ചു വന്നാൽ മുസ്ലിങ്ങളുടെ കൂടെ നിന്നുകൊള്ളണമെന്നില്ല. യേശു ക്രിസ്തു തിരിച്ചു വന്നാൽ വത്തിക്കാനിലെ പോപ്പിനെ ആദ്യം പിരിച്ചുവിടും. അതുണ്ടാകുക. അത് ഞാൻ നിങ്ങളോട് ഉറച്ചു പറയുന്നു. എന്തുകൊണ്ട്? ഞാൻ പറയുന്ന തെളിവ് നിങ്ങൾ കേട്ടോളൂ. അതായത് വിഗ്രഹത്തെ വെക്കരുത് എന്നും വണങ്ങരുത് എന്നും ഹിന്ദു മതത്തിലുണ്ടെങ്കിൽ, അഥവാ സനാതന ധർമ്മം, വേദാന്തി സ്വാമി വിവേകാനന്ദ വിളിച്ചത് അങ്ങനെയാണ്. ഈ സനാതന ധർമ്മത്തിൽ ബിംബാരാധന ഇല്ലെങ്കിൽ ശിവഗിരി ആശ്രമത്തിലെ സുഹൃദാനന്ദ സ്വാമികൾ മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നു. ചോദിച്ചു നോക്ക് നിങ്ങൾ. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, സ്വാമിജി ബിംബാരാധന ഹിന്ദു മതത്തിലുണ്ടോ? വിഗ്രഹാരാധന? അദ്ദേഹം പറഞ്ഞു ഇല്ല. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് സ്വാമിജി നിങ്ങളിത് ഉറക്ക പറയണില്ല? പേടിയാണല്ലേ എല്ലാവർക്കും. ഉള്ളത് പഠിപ്പിക്കാൻ, ഇല്ലാത്തത് പറയാൻ എന്തൊരു ഇഷ്ടമാണ് എല്ലാവർക്കും. അവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ശ്ലോകം ചൊല്ലിത്തരാം. അങ്ങനെ ശ്രദ്ധിക്കോ. കേനോപനിഷത്തിന്റെ പ്രഥമ വല്ലിയിലെ 6-7 സൂക്തങ്ങൾ. യക്ഷുഷാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതി തമുപാസതേ യശ്രോത്രേണ ന ശൃണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതി തമുപാസതേ. ഏ ഭക്തവത്സല, ഏതൊരു ഹിന്ദുവിനെ പറയുന്നത്, ഭഗവതീ ക്ഷേത്രത്തിലെ ബിംബത്തിന് മുമ്പിൽ കൈകൂപ്പി ഭക്തനായി നിൽക്കുന്നവനോട് കേനോപനിഷത്ത് പറയാനുണ്ട്, ഭക്തവത്സല, നീ ഏതൊരു ബിംബത്തിന്റെ മുമ്പിലാണോ നീ നിൽക്കുന്നത്, അത് നിന്റെ ദൈവമല്ല. അതല്ല നിന്റെ ദൈവം. നിന്റെ ദൈവം നിനക്ക് കണ്ണിന് കാഴ്ച നൽകിയവനും നിന്റെ കണ്ണുകൊണ്ട് പ്രാപിക്കാനാകാത്തവനുമാരോ അവനാണ് നിന്റെ ദൈവം. തമേശ്വരാണം പരമം മഹേശ്വരം താം ദേവതാനാം പരമം ച ദൈവതം പതിം പദീന പരമം പരസ്താത് വിധാവദേവം ഭുവനേശ്വരേത്യം. ശ്വേതാശ്വേതരവംശത്തിന്റെ 6-7 12ാമത്തെ സൂക്തത്തിലും ഈ ആശയം നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താ ഇതിന്റെ അർത്ഥം? നിങ്ങൾ ആരാധിക്കുന്നവരുടെ ഒക്കെ പരമാരാധ്യൻ, അതിൻ്റെയൊക്കെ മേലെ ഒരു സർവശക്തനുണ്ട്. ആ സർവശക്തനായ ദൈവത്തെ ആണ് ആരാധിക്കേണ്ടത്. ഒന്നുകൂടെ ക്ലിയറായി പറയാം. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ആകാശം, ഭൂമി, ഇതിനൊക്കെ സൃഷ്ടിച്ചതാരാ? അവനെയാണ്. നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഒന്ന് വായിക്കോ? എന്തെങ്കിലും ഒരു ന്യൂനത നിങ്ങൾ നേരിട്ട് വായിച്ചിട്ട് എന്നെ കേൾപ്പിച്ചാൽ ഞാനത് അംഗീകരിക്കും. എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഖുർആൻ ഞങ്ങൾ കയ്യിൽ തരാം. ഈ മമ്പർത്ത മുസ്ലിങ്ങളുടെ കയ്യിൽ ഖുർആൻ ഞങ്ങൾ എടുത്തരും. മനുസ്മൃതി നിങ്ങൾ എന്റെ കയ്യിൽ തന്നാൽ ഞാൻ അതിൽ ഒരുപാട് മനുഷ്യർക്ക് പറ്റാത്ത മനുഷ്യകരങ്ങളാൽ ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞുതരും. നേരെ മറിച്ച് ചതുർവേദങ്ങളെ ദുർവ്യാഖ്യാനിച്ചപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചതുർവേദത്തെ ഒറിജിനൽ അവസ്ഥയിൽ ഒന്ന് വായിച്ചു നോക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിച്ച ദൈവം ഏകനാണ്. അവനെ മാത്രമാണ് ആരാധിക്കുന്നത്. മഹാനിർവഹണ സ്ത്രോത്രം എന്നൊരു സ്ത്രോത്രമില്ലേ? എന്താ അത്? ത്വമേകം ശരണ്യം
ത്വമേകം വരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം ത്വമേകം ജഗത്കർത്തൃപാതൃപ്രകൃതേ ത്വമേകം പരം വിചലം നിർവികൽപം ത്വമേകം ശരണ്യം ശമ്മ ഇസ്രായേല അഡോണ എലോഹിം അഡോണ യഹ് ഹീബ്രു ഭാഷയിലാണ്. അല്ലയോ ഇസ്രായേൽ സമൂഹമേ, നമ്മുടെ ദൈവം ഏകനാണ്, പലതില്ല, ഏകൻ. നിങ്ങൾക്കറിയാം അഥർവവേദം 13-ാം അധ്യായം 5-ാം പർവം 20-21 വാചകം എന്താ? ആ ദൈവം ഏകൻ, ഏകൻ മാത്രമാണ്, അവൻ രണ്ടില്ല, ഒന്നേ ഉള്ളൂ എന്നാണ് അവിടെ പറയുന്നത്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ഒന്നുകൂടെ ക്ലിയറായി പറയാം, ഒന്നുകൂടെ ഈ വാചകം ഒന്ന് ശ്രദ്ധിച്ചേ. മഹാനിർവഹണ സ്തോത്രം എല്ലാരും ഒന്ന് ആലോചിച്ചേ. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. എന്താ പറഞ്ഞാല്, എന്റെ ആരാധനകളും മുഴുവനും ഏകനായ ദൈവമേ നിനക്ക് മാത്രമാണ്. എന്റെ വഴിപാടുകൾ, എന്റെ ബലിദാനം, എന്റെ നേർച്ചകൾ, എന്റെ കാണിക്കകൾ, അത് മുഴുവനും എന്റെ മനസ്സിന്റെ തേട്ടങ്ങൾ, എനിക്ക് കുട്ടികളെ തരണേ, എനിക്ക് രോഗം മാറ്റണേ എന്ന എന്റെ എല്ലാ പ്രാർത്ഥനകളും ഏകനായ ദൈവമേ നിന്നോട് മാത്രമാണ്. നീ ആരാണ്? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഈ സൂര്യനെയും ചന്ദ്രനെയും ആകാശത്തെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ച സർവശക്തനാണ് നീ. ആ സർവശക്തനായ നിന്നോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇനി ഞാൻ പറയുന്ന വാചകം ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ഇപ്പൊ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, നിങ്ങൾക്ക് മനസ്സിലാവും, ക്ലിക്ക് ചെയ്യും. ശ്രീ പിശാരിക്കാവിലെ അമ്മ ഈ വാഹനത്തിന്റെ ഐശ്വര്യം. അപ്പൊ ബാക്കി വാഹനമൊക്കെ പുറമ്പോക്കാ ആണോ? യേശു ക്രിസ്തു ഈ വാഹനത്തിന്റെ രക്ഷകൻ. അപ്പൊ ബാക്കി വാഹനം രക്ഷിക്കാരാ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു വർഗീയത മനസ്സിലായി നിങ്ങൾക്ക്. മുഹമ്മദ് നബി ഈ വീടിന്റെ രക്ഷകൻ. അപ്പൊ ബാക്കിയുള്ള വീടിന്റെ രക്ഷകൻ ആരാ? ആരാ? അവിടെയാണ് നമുക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ്. ഒരു കാര്യം നിങ്ങൾ അറിയണം, ഇത് വർഗീയതല്ലേ? പിശാരിക്കാവിൽ അമ്മ ഈ വാഹനത്തിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ പിശാരിക്കാവിൽ അമ്മയിൽ വിശ്വസിച്ചവർക്ക് മാത്രമേ പിശാരിക്കാവിൽ അമ്മ രക്ഷകയാവൂ. നിങ്ങൾ ക്രിസ്ത്യാനിയോട് ചോദിച്ചോ, യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത ഒരാൾക്ക് യേശു ക്രിസ്തു കാരുണ്യം ചൊരിയൂല. എന്നാൽ ഇസ്ലാം പറയുന്നെന്തറിയോ? ലോകത്തിന്റെ ദൈവല്ലേ ഈ കാണുന്ന ആകാശവും ഈ മരവും ഈ കാണുന്ന പ്രപഞ്ചവും ഒക്കെ സൃഷ്ടിച്ച പരമകാരുണികൻ. അവന്റെ പ്രത്യേകത എന്താ? വിശുദ്ധ ഖുർആനാ പറയുന്നത്. ഇബ്രാഹിം എന്നൊരു പ്രവാചകൻ ഉണ്ടായി. ഖുർആനും ബൈബിളും ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ പ്രവാചകനുണ്ട്. ഇബ്രാഹിം, അബ്രഹാം പ്രവാചകൻ. ആ പ്രവാചകൻ ദൈവത്തോട് പറയാണ്, ദൈവമേ നിന്നെ മാത്രം ആരാധിക്കുകയും മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരെ നീ അവർക്ക് മാത്രം ഭക്ഷണം നൽകണേ, ഉപജീവനം നൽകണേ, റിസ്ക് നൽകണേ, ഫ്രൂട്ട് നൽകണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവം പറയണം, അള്ളാഹു പറയാൻ, ഓ ഇബ്രാഹിം, എത്ര സങ്കുചിതമായി പോയി നിന്റെ പ്രാർത്ഥന. ലോകത്തെ എല്ലാവർക്കും ഭക്ഷണം നൽകുന്നത് ഞാനാണ്, ലോകത്തെല്ലാവർക്കും വായു നൽകുന്നത് ഞാനാണ്. ഖുർആനിലെ ഒരു വാചകൻ 11-ാം അധ്യായം 6-ാമത്തെ സൂക്ത. അതിൽ എന്താണെന്നറിയോ? ലോകത്തിലെ ഭാസ്കരനും സുരേന്ദ്രനും ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജൈനനും ബൗദ്ധനും ലോകത്തെ സകല സചേതന അചേതന ജീവജാലങ്ങൾക്ക് മുഴുവനും ഭക്ഷണം നൽകുന്നത് ഞാനാകുന്നു എന്ന് പറയൂ. ഇവിടുത്തെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒക്കെ ഭക്ഷണം നൽകുന്ന ഒറ്റ ദൈവമാണെങ്കിൽ നമുക്ക് ആ ദൈവത്തെ പോലെ വർഗീയവാദിയായ ദൈവത്തെ നമുക്ക് വേണോ? മുസ്ലിങ്ങളോട് മാത്രം കടപ്പാടുള്ള മുസ്ലിം ദൈവം, ഹിന്ദുക്കളോട് മാത്രം കടപ്പാടുള്ള ഹിന്ദു ദൈവം. എന്ത് പറ്റിപ്പോയി നമുക്ക്? നമ്മെ ആര് തെറ്റിച്ചു? നോക്ക്, ഒരു വളരെ പ്രധാനമായ പോയിന്റ് ഒന്ന് ചിന്തിച്ചു നോക്ക്. 130 ഗ്രാം ഭാരമുള്ള കിഡ്നി സായിബാബക്കും എനിക്കും നിങ്ങൾക്കും ഒക്കെ 130 ഗ്രാമാണ് സാധാരണ. ചില്ലറ വ്യത്യാസങ്ങളൊക്കെ ചില ആളുകൾക്ക് ഉണ്ടായേക്കാം. 130 ഗ്രാം ഭാരമുള്ള കിഡ്നി രണ്ടും സായിബാബക്ക് കേടുവന്നു, അടിച്ചുപോയി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശ്വാസകോശം കംപ്ലീറ്റ് തകർന്നുപോയി. ആന്തരിക അവയവങ്ങൾ കംപ്ലീറ്റ് ഈ പഴം ജ്യൂസ് അടിച്ച മാതിരിയായിരുന്നു എന്നാണ് പിന്നെ ഡോക്ടർമാർ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം താഴെ ഡൗണായി വീണപ്പോഴാണ് ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം ആളുകൾ അറിയണത് അദ്ദേഹം പോലും അദ്ദേഹത്തിന് പിന്നെ ബോധം ഉണ്ടായിട്ടില്ല എന്നാണ്. സായിബാബ് അവിടെയാണ് ഞാൻ എൻ്റെ ബാബുവേട്ടനുമായി നിരന്തരമായി സംസാരിക്കും. വളരെ ഫ്രാങ്കായി, വളരെ എനിക്ക് ഒരുപാട് നേതാക്കൾ RSSന്റെ BJPയുടെ ശ്രീധരൻപിള്ളി ഞങ്ങളൊക്കെ സ്ഥിരമായി കേസരിയുടെ പത്രാതിരി ഗോപാലൻകുട്ടി മാഷ് 6 മണിക്കൂറാണ് ഞങ്ങളുടെ കൂടെ സ്റ്റേജ് പങ്കുവെച്ച്. ഒരേ സ്റ്റേജിൽ 6 മണിക്കൂർ നീണ്ട സംവാദം. നമുക്ക് സ്നേഹമുണ്ട്, ഇതൊക്കെ പറ്റും. നമുക്ക് സ്നേഹമില്ലെങ്കിൽ വെറുപ്പും തല്ലും ഒക്കെ ഉണ്ടാവും. ഇനി ഒരിക്കലും നമ്മുടെ രാജ്യത്ത് ഒരനാഥ മക്കളുടെ ദീനരോധനം തീവ്രവാദത്തിന്റെ പേരിൽ നമ്മൾ കേൾക്കരുത്.
നമ്മൾ ഒന്നായിരുന്നു എന്നതിൽ നിന്ന് നമ്മൾ പലതാകുന്നു എന്ന തത്വത്തിലേക്ക് നമ്മൾ എത്തിച്ച പൗരോഹിത്യത്തെ, ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളെന്ന സങ്കല്പത്തിൽ നിന്ന് നിങ്ങളൊക്കെ വ്യത്യസ്തരാണ്, തമ്മ തല്ലി മരിക്കേണ്ടവരാണ് എന്നുള്ള ഒരു സിദ്ധാന്തത്തിലേക്ക് നമ്മളെ എത്തിച്ച ആളുകളെ തിരിച്ചറിഞ്ഞ് അവരോട് ഗോ ബാക്ക്, ലാൽ സലാം സഖാക്കളെ എന്ന് അവരോട് പറയാൻ നമുക്ക് സാധിക്കുന്ന ഒരു ദിവസം വരണോ? അതിനുവേണ്ടിയാണ് ജീവിക്കുന്നത്. സത്യം, അതിനുവേണ്ടിയാണ് ജീവിതം, അതിനുവേണ്ടിയാണ് ഈ പ്രസ്ഥാനം, അതിനുവേണ്ടിയാണ് ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. മനുഷ്യരെ ഈ തിരിച്ചറിവിലെ, അതിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ശരിക്കും മനുഷ്യർ ഏകദൈവത്തെ. ഏറ്റവും രസം, എന്റെ ബാബുവേട്ടൻ സായിബാബയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ മകൻ വന്നിട്ട് പറയണം, അച്ഛാ സായിബാബ മരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാനൊരു ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല, ആ ദൈവം മരിച്ചു പോവുക. മനുഷ്യരെ ഇതൊന്നും ആലോചിച്ചു നോക്ക്. സായിബാബ മരിച്ചിട്ട് ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും നിശ്ചലമായോ? എന്തെങ്കിലും ഒന്ന്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യേശുക്രിസ്തു മരിച്ചപ്പോ എന്തെങ്കിലും നിശ്ചലമായോ? സൂര്യനോ ചന്ദ്രനോ എന്തെങ്കിലും? അത് തെളിയിക്കുന്നത് എന്താ? ഒരു ഉദാഹരണം പറയാം. ഉദാഹരണത്തിലൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. ഞാനിങ്ങനെ കാർ ഓടിച്ചു പോകണമെന്ന് കരുതിക്കോളൂ, ഹൈവേ കൂടെ. എനിക്ക് അറ്റാക്ക് വന്നു, സൈലന്റ് അറ്റാക്ക് വരാൻ സാധ്യത ഏറുള്ള ഒരാളാണ് ഞാൻ. കാരണം ഷുഗർ അത്രയും 500-500 ചില്ലാൻ നിൽക്കുന്ന സൈലന്റ് അറ്റാക്കാ വരികയെന്നാ പറയും. എന്ത് അറ്റാക്ക് വന്നാലും ജീവിക്കുന്ന കാലത്ത് പറഞ്ഞോളുക, അതാണ് വിഷയം. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സൈലന്റ് അറ്റാക്ക് വന്ന് ഞാൻ വണ്ടിയിൽ മരിച്ചാൽ എന്താ സംഭവിക്കുക? ഈ പാലത്തിൽ വെച്ചാണ് അറ്റാക്ക് കഴിഞ്ഞാൽ അറ്റത്തുനിന്ന് മരിക്കണമെങ്കിൽ ഈ പാലം ഫുള്ളായിട്ട് വണ്ടി ഇങ്ങോട്ട് കടന്നു പോരോ? എന്താ സംഭവിക്കുക? മോനെ പറഞ്ഞോ, എന്താ സംഭവിക്കുക? ഒന്നുകിൽ ആ മതിലിടിച്ച് വെള്ളത്തിൽ പോകും, അല്ലെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് നിന്ന് ഒരാളെ പള്ളമക്കേറി അപ്പുറത്ത് ചാടൂലേ? ശരി, സൂര്യനെ നിയന്ത്രിക്കുന്നത് സായിബാബയാണെങ്കിൽ സായിബാബ മരിക്കും, എന്തുണ്ടാവണോ? സൂര്യൻ നിശ്ചലാകണം. മുഹമ്മദ് നബി മരിച്ചല്ലോ. മുഹമ്മദ് നബി മരിച്ചപ്പോൾ എന്തെങ്കിലും സംഭവിച്ചവിടെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ ഒരു പ്രസംഗം ചെയ്തു അബൂബക്കർ നബിയുടെ ശിഷ്യൻ. പ്രവാചകന്റെ ബോഡി തിരുശരീരം അവിടെ വെച്ചിട്ടൊരു പ്രസംഗം. എന്താ പ്രസംഗം? ആരെങ്കിലും ഈ മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം മരിച്ചിരിക്കുന്നു. ആരെങ്കിലും സർവശക്തനായ പ്രപഞ്ചത്തിന്റെ നാഥനെയാണ് ആരാധിക്കുന്നെങ്കിൽ അവൻ ഒരിക്കലും മരിക്കില്ല. ഞാൻ മരിച്ചാലും ഭൂമി നിലക്കൂലേ? നിങ്ങൾ മരിച്ചാലും ഭൂമി നിലക്കൂലേ? രവിശങ്കർ മരിച്ചാലും ഭൂമി നിലക്കൂലേ? ലളിതമായ ഒരു ചിന്തയെ നിങ്ങളുടെ മനസ്സിൽ തന്നോട്ടെ. സായിബാബയെ കൊല്ലാൻ ആളുകൾ വന്നു പുട്ടപ്പുറത്തിയിൽ. എന്താ ഉണ്ടായത്? സായിബാബ ഓടിയിട്ട് റൂമിൽ കയറി വാതിലടച്ചു. പോലീസുകാരായിട്ട് ഏറ്റുമുട്ടലുണ്ടായി. ഇതെന്ത് മനസ്സിലാക്കി തരുന്നു നമുക്ക് ബുദ്ധിയുള്ളവർക്ക്? അപ്പൊ സായിബാബക്ക് ദിവ്യത്വമോ ദൈവീകതയോ ഒക്കെ ഉണ്ടായിരുന്ന എന്താ കൊണ്ട് ആ 4 ആൾ വരുമ്പോ നിൽക്കട്ടോടെ നിൽക്കുവോ? നിൽക്കൂല. മനുഷ്യൻ നിൽക്കും. ഒരാളും മുഹമ്മദ് നബീനെ കൊള്ളേ ഒരാള് ഒരമ്പ ചെയ്തു, പല്ലിനോട് കൂടെ കയറി അങ്ങ് പോയി വായിലേക്ക്. മനുഷ്യനാണ്, ദൈവമല്ല. ദൈവത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കാൻ വന്നവർ. ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടായാൽ മതി. പുട്ടപ്പുറത്ത് ഞാന് കൊല്ലം ജില്ലയിൽ ഒരുപാട് പ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കൊല്ലത്ത് കോഴിക്കോട്, കൊല്ലം ജില്ലയിൽ ഒരു കോഴിക്കോടുണ്ട്. കരുനാപ്പള്ളി അടുത്ത് അമൃതാനന്ദമയുടെ ആശ്രമത്തിനോട് ചേർന്ന് അവിടെ പോയി ഞാൻ ചെറിയ അഴീക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇക്കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പ്രസംഗിക്കാൻ. സുഹൃത്തുക്കളെ, അവിടെ ഈ മാതാമൃതാന്റെ മുമ്പിൽ ഭക്തി നിർഭരമായി അവരുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അതിനിടയിൽ പവിത്രൻ എന്നൊരാള് കടാര അരയെ തിരികിയിട്ട് അമ്മയെ കുത്താൻ പവിത്രൻ കടാര ഇവിടെ പിന്നെ അരയിൽ വെച്ചിട്ട് ആ വരിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മ ഇവിടെ എല്ലാവർക്കും ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അനുഗ്രഹം. അപ്പൊ ആ വരിയിൽ നിന്ന് തൊട്ടടുത്ത് അമ്മയുടെ തൊട്ടടുത്തെത്തിയപ്പോ കത്തിയിട്ട് ഒറ്റ ചാട്ടാ. അപ്പൊ കൂടെ ഉണ്ടായിരുന്നവർ പിടിച്ചു മാറ്റി അമ്മനെല്ലാം കൂടി ജീവൻ രക്ഷപ്പെടുത്തിയെടുത്ത്. ഒറ്റ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കണത്. അതിന്റെ പിറ്റേന്റെ പത്രത്തിലെ വാർത്ത അത് ഞാൻ കൊടുത്തല്ലോ, കേരളത്തിലെ മുഴുവൻ പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു. അതെന്താ? അമൃതാനന്ദമയുടെ ആശ്രമത്തിൽ അടുത്ത ആഴ്ച മുതൽ മെറ്റൽ ഡിറ്റക്ടറും ക്യാമറയും ഫിറ്റ് ചെയ്യുന്നു. ഞാൻ മനസ്സ് തട്ടി ഒന്ന് ചോദിച്ചോട്ടെ, ആ വരിയിൽ പവിത്രൻ അപ്പുറത്ത് നിന്നിരുന്നല്ലോ. അപ്പൊ ഇവിടെ അമ്മ ആളുകൾക്ക് അനുഗ്രഹം കൊടുത്തു കൊടുക്കുക. അമ്മ എന്താ പറയുന്നത്? ഭക്തവത്സലരെ, പവിത്രൻ എന്ന് പറയുന്ന ഒരാൾ നിങ്ങളുടെ വരിയുടെ അപ്പുറത്ത് നീല ഷർട്ടിട്ട് കത്തി മരായച്ചിരിക്കി കാത്തിരിക്കുന്നുണ്ട്, അവൻ എന്നെ കുത്താനാ വന്നത് എന്ന് പറയണ്ടേ? കഴിയില്ല. അതുകൊണ്ട് മനുഷ്യന്മാരെ, മനുഷ്യരായി ജനിച്ചവരെ, ദാ നോക്ക്, ഈ അനന്ത വിസ്തൃതമായ 7 ആകാശത്ത് നോക്ക്, ഈ 7 ആകാശത്തിലെ സൂര്യനെ നോക്ക്. ആ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കാട്ടാറുകളെയും കാനനങ്ങളെയും ഏകകോശ ജീവിയായ ഹമീമ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലത്തെ വരെ സൃഷ്ടിച്ച അജയ്യനായ അനുപമനായ അതിനീ